ആയിരക്കണക്കിന് പ്രണയിയുടെ ഒരു വ്യാഴവട്ടക്കാലം മുമ്പിലത്തെ ചരിത്രമാണിത്. 2011-2016 UDF മന്ത്രിസഭ കേവലം 1-2 MLA-മാരുടെ ഭൂരിപക്ഷത്തിൽ നിലനിൽക്കുന്നതായിരുന്നു. അതിനാൽ തന്നെ ആർക്കെങ്കിലും എതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിന് വളരെ പരിമിതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മന്ത്രിസഭയായിരുന്നു അത്. എന്നിരുന്നാലും നെയ്യാറ്റിൻകര MLA ശ്രീ സെൽവരാജ് കോൺഗ്രസിൽ ചേർന്ന് മത്സരിച്ച് വീണ്ടും ജയിച്ചതോടുകൂടി അല്പം കൂടി ദൃഢത കൈവരിച്ചു എന്ന് പറയാം. 2013 സോളാർ കേസ് റിപ്പോർട്ടായതിനു ശേഷം ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി സാറിനെ എറണാകുളത്ത് കണ്ട് ചർച്ച വെച്ച് കണ്ടതിനെപ്പറ്റി സംസാരിക്കുകയും അതിൽ പറയുന്ന മന്ത്രിയെ ഒരു കാരണവശാലും സഹായിക്കരുതെന്ന്, അതായിരിക്കും നല്ലതെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നടപടിയെടുക്കാൻ അല്പം വൈകി. ഇതിനിടയിൽ അണ്ണാൻ എത്ര മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന പരിപാടി അനുസരിച്ച് വിവാഹിതയും മാതാവുമായ ഒരു സ്ത്രീയെ വളച്ചെടുക്കുകയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. വിവരങ്ങളെല്ലാം അറിഞ്ഞ അവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തന്നെ ചെന്ന് അറിഞ്ഞും പൊറിഞ്ഞും ശരിക്കും താങ്ങുകയും ചെയ്തു. മന്ത്രി അത് ഭാര്യയിൽ നിന്ന് കിട്ടിയ അടിയുടെ ഫലമാണെന്ന് വരുത്താൻ ശ്രമിച്ചു. എന്തായാലും പിന്നീട് ആ മന്ത്രിക്ക് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള കേസുകൾ എത്രയുണ്ട് എന്ന് ഒരു അന്വേഷണം നടത്തി. 21 ഇത്തരം കേസുകൾ വിവാഹിതരായ സ്ത്രീകളെ വളച്ചെടുത്ത് ഉപയോഗിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചു. അതായത് 21 കുടുംബങ്ങൾ നശിപ്പിച്ചു എന്നർത്ഥം. ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗോവിന്ദചാമി എത്ര പുണ്യാളൻ. ഏതായാലും തനിക്ക് എല്ലാ അപകടങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും മന്ത്രി പുങ്കവനെ മുഖ്യമന്ത്രി തിരിച്ചെടുത്തില്ല. കൊട്ടാരക്കരയുള്ള കേസ് കഴിയുമ്പോൾ, ആ കൃത്രിമം നടത്തിയ ഫയലുകളെ പറ്റിയുള്ള കേസ് തീരുമ്പോൾ മന്ത്രി പുങ്കവന് എന്ത് സംഭവിക്കുമെന്ന് കൂടി നമുക്ക് അറിയാൻ സാധിക്കും. ശ്രീ MN കാരശ്ശേരി പറഞ്ഞതുപോലെ ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഏത് തരത്തിലുള്ള ജനപ്രതിനിധിയാണ് തങ്ങൾക്ക് വേണ്ടതെന്ന്. പരാതികൾ പിൻവലിപ്പിക്കുന്നതിന്, കോംപ്ലിമെൻ്റ് ആക്കുന്നതിന് ഇയാൾ വലിയ വിദഗ്ധനാണ്. അങ്ങനെ കോംപ്ലിമെൻ്റ് എല്ലാം ആക്കിയേക്കാം. പക്ഷേ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്ന് വിചാരിക്കുക, ഈ പ്രതിനിധി നിങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്, നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തെയും അതുകൂടി കണക്കിലെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.